أعوذ بالله السميع العليم من الشيطان الرجيم فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ ശരീരങ്ങൾക്ക് പലപ്പോഴും രോഗങ്ങൾ ബാധിക്കാറുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള കഠിനമായ രോഗങ്ങൾ, നിസ്സാരമായ രോഗങ്ങൾ, ഇങ്ങനെ തീവ്രതയിലൊക്കെ വ്യത്യാസമുള്ള പലവിധ രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കാറുണ്ട്. ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ എന്ത് വില കൊടുത്തും ചികിത്സിക്കാൻ നാം ശ്രദ്ധിക്കാറുമുണ്ട്. സാമ്പത്തികമായി ചികിത്സിക്കാൻ സാധ്യമല്ലാത്ത ആളുകളെ അകമഴിഞ്ഞ് നാം സഹായിക്കാറുമുണ്ട്. ഇതെല്ലാം ആവശ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ശാരീരികമായ രോഗങ്ങളെക്കാൾ ഏറെ കടുത്ത രോഗമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ. മനസ്സിനെ ബാധിക്കുന്ന ചില കടുത്ത രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ചെലവുമില്ലാതെ അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി ഒരു ഉത്തമ വിശ്വാസിയായി, ബോധമുള്ള ഒരടിമയായി മാറുവാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ മനുഷ്യൻ പ്രാധാന്യം കൽപ്പിക്കുന്നതും അവൻ ഏറെ ഭയപ്പെടുന്നതും ശാരീരിക രോഗങ്ങളെയാണ്. ശാരീരിക രോഗങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഗുണമാണ്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ അതവന് ഗുണമായാണ് ഭവിക്കുക. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ ദീൻ നിശ്ചയിക്കുന്ന രീതിയിൽ, നിർണയിച്ച രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ അതിന്റെ ദുരന്തം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറവും ഒരിക്കലും തിരുത്താനും തിരിച്ചു പിടിക്കുവാനും സാധിക്കാത്ത വിധത്തിൽ അത് നമ്മുടെ കൈവിട്ടു പോകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുക എന്ന് പ്രമാണങ്ങൾ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ രോഗങ്ങളിൽ ഏറെ ഗൗരവമർഹിക്കുന്ന ഒന്നാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം എന്ന രോഗം ഒരാളെ പിടികൂടിയാൽ അതുവഴി വേറെയും ഒരുപാട് മനസ്സിനെ ബന്ധപ്പെട്ട രോഗങ്ങൾ ജനിക്കും. ഒരു രോഗത്തിൽ നിന്ന് വ്യത്യസ്തമായ രോഗങ്ങൾ ജനിച്ചു വീഴുമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന ഈ രോഗത്തെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തി അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരിഹാരങ്ങളാണ് നാം ഏറെ ഗൗരവത്തിലെടുക്കേണ്ടതും നാം ഏറെ ജീവിതത്തിൽ അത് പാലിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിനെ ബാധിക്കുന്ന അത്തരം രോഗങ്ങളെ സംബന്ധിച്ച്, അത് വരുന്ന വഴികളെ സംബന്ധിച്ച് എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾക്കുണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഫവൈലുൽ ലില്ലദീന ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും ലിദിക്രില്ലാഹ് മിൻ ദിക്രില്ലാഹി തആല ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ.
അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയില്ലാതെ ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടവർ. ഹൃദയകാഠിന്യം ബാധിച്ച ആളുകൾക്ക് കടുത്ത നഷ്ടമാണെന്നും അതുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് സ്വയം പരിശോധിക്കാം. ഒരാളുടെ ജീവിതത്തിൽ എനിക്ക് ഹൃദയ കാഠിന്യം എന്ന രോഗം എന്നെ പിടികൂടിയിട്ടുണ്ടോ, എന്റെ ജീവിതത്തെ അത് കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം. ഹൃദയകാഠിന്യം ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ വചനങ്ങളിലൂടെ, അവിടുത്തെ മൊഴികളിലൂടെ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ജുമൂദുൽ ഐൻ. ഇത് നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ജുമൂദുൽ ഐൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കാതെ നമ്മുടെ കണ്ണുകൾ വരണ്ടു പോകുക എന്നാണ്. എത്ര മാരകമായ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച്, നരക ശിക്ഷയെ സംബന്ധിച്ച്, ബർസഖിയ ലോകത്ത് നടക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ ഉതിർന്നു വീഴുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ രോഗം കീഴടക്കിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം കൃത്യമായി നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്ബോധനങ്ങൾ, അവിടുന്ന് അവനെ ധിക്കരിച്ച് ജീവിച്ച ആളുകളെ ഈ ഭൂമുഖത്ത് ശിക്ഷിച്ച ചരിത്രങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ അടിക്കടിക്ക് ആവർത്തിച്ച് പറഞ്ഞിട്ടും, അതെല്ലാം പാരായണം ചെയ്തിട്ടും, അതെല്ലാം നിരന്തരം കേട്ടിട്ടും നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിച്ചതിന്റെ അടയാളമായി ഒരിറ്റു കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്നില്ല എങ്കിൽ, അഥവാ ജുമൂദുൽ ഐൻ, കണ്ണ് വരണ്ടു പോകുന്ന ഈ ഒരവസ്ഥയുണ്ട് എങ്കിൽ അത് ഈ രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീർ ഉതിർന്നു വീണാലോ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവുമാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളും അവൻ ഇഷ്ടപ്പെടുന്ന 2 അസറുകളുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈൻ വ അസറൈൻ. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന 2 തുള്ളികൾ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന 2 അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ഖത്റത്തും മിൻ ദുമൂഇൻ ഫീ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഒരിറ്റു കണ്ണുനീർ, ആ കണ്ണുനീർ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അതിന് വിലയുണ്ട്. ആ കണ്ണുനീരിന്റെ വില എന്ന് പറയുന്നത് നരകമോചനമാണ്. ആ കണ്ണുനീരിന്റെ വില എന്ന് പറയുന്നത് അർശിന്റെ തണലാണ്. ആ കണ്ണുനീരിന്റെ വില എന്ന് പറയുന്നത് സ്വർഗപ്രവേശമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യർജുന്നാറ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ ലാ യഊദൽ ലബനു ഫിൽ ദർഅ. കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകാത്തത് പോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാൾ നരകത്തിൽ പോകുന്ന പ്രശ്നമില്ല. കറന്നെടുത്ത പാല് കറന്നെടുത്ത പാൽ പാത്രത്തിൽ നിന്ന് വീണ്ടും അകിടിലേക്ക് അങ്ങോട്ട് തന്നെ പോകുക, അതുണ്ടാവില്ല. അതുപോലെ അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ കരഞ്ഞാൽ അത് വിജയമാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ കരഞ്ഞാൽ നീ നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയുക. അങ്ങനെ കരഞ്ഞാൽ അത് തന്നെയാണ് നിന്റെ ജീവിതത്തിലെ വിജയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിജയം എന്ന് അന്വേഷിച്ചു വന്ന ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി വിജയം എന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് പാപത്തെ കുറിച്ച് ഓർത്ത് കരയുക എന്ന. നമ്മുടെ ജീവിതത്തിൽ കരഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടാകും. അതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ, ആറ്റിക്കുറുക്കി നോക്കിയാൽ ഒക്കെ ഭൗതികവുമായി ബന്ധപ്പെട്ടതായിരിക്കും.
ഭൗതികമായി ബന്ധപ്പെട്ട് നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചപ്പോൾ, പരീക്ഷയിൽ പരാജയം സംഭവിച്ചു എന്നിങ്ങനെ ഭൗതികമായി ബന്ധപ്പെട്ട രീതിയിലുള്ളതായിരിക്കാം. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിലേറെ നമ്മുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീരിന്റെ എണ്ണം അത് പരലോകത്തെ കുറിച്ചുള്ള കണ്ണുനീരിന്റെ എണ്ണമായിരിക്കണം. അത് രണ്ട് കോളത്തിലായി നീ കണ്ണിന്റെ കണ്ണുനീർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കിയത് ഇത്ര, ഭൗതിക വിഷയത്തിൽ ഇത്ര എന്നിങ്ങനെ നമ്മൾ രണ്ട് കോളമായി തിരിച്ച് എഴുതിയാൽ ഏത് കോളത്തിലാണോ നമ്മുടെ എണ്ണം കൂടുതൽ ഉണ്ടാവേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞതിന്റെ എണ്ണമാണ് കൂടുതൽ ഉണ്ടാകേണ്ടത്. അത് ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയം ലോലമാണ് എന്നർത്ഥം. അതല്ല മറിച്ചാണ് എങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണ് വരണ്ടു പോകുകയും അത് നമ്മുടെ ഹൃദയം കടുത്തു പോകുകയും ചെയ്തതിന്റെ അടയാളമാണ് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായി ഇവിടെ റസൂലുള്ള പറഞ്ഞ രണ്ടാമത്തെ തുള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതി അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിവീഴുന്ന രക്തത്തുള്ളിയാണ്. രണ്ട് അസറുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അവന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളാണ്. പാടുകൾ, അടയാളങ്ങൾ. ഫറലായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ, തഴമ്പുകൾ, അവന്റെ ക്ഷീണം, ഇതൊക്കെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. ഫർദ് നമസ്കരിക്കാൻ, ജുമാ നമസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും അവശതയും ഒക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ കാഠിന്യം ബാധിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണമായി പറയുന്നത് തൂലുൽ അമലാണ്, ദീർഘമായ അറ്റം കാണാത്ത ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധി വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചതുര കള്ളി വരഞ്ഞിട്ട്, ഒരു ചതുരത്തിൽ ഒരു കള്ളി വരഞ്ഞിട്ട് അതിന്റെ ഇടയിലൂടെ ചെറിയ ചെറിയ കുറെ വരകൾ വരഞ്ഞു. ഈ കള്ളിയുടെ പുറത്തിൽ നിന്ന് ഇതിന് പുറത്തേക്കുള്ള ഒരു വര കൂടെ റസൂലുള്ളാഹി വരഞ്ഞു. ഇങ്ങനെ ഒരു ചതുരത്തിൽ വര പറഞ്ഞിട്ട് ഈ ചതുരത്തിൽ നിന്ന് പുറത്തേക്കൊരു വര റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ചതുരക്കള്ളിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അതാണ് അവന്റെ ആയുസ്, അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ആയുസ്സിന്റെയും അപ്പുറത്തേക്ക് കടന്നിട്ടുള്ളതാണ് അവന്റെ ആഗ്രഹങ്ങൾ. ആയുസ്സിനെ കവച്ചു വെക്കുന്ന ആഗ്രഹങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ വരച്ചു കാണിച്ചു. ഹദീസ് കൃതികളിലൊക്കെ ഇങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് ആ ചതുരത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു വര വരഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 60 വയസ്സാണ് എങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ 170 വയസ്സിന്റെ ഉള്ളിൽ അവന് പൂർത്തീകരിക്കാവുന്ന ആഗ്രഹങ്ങളാണ്. ഇങ്ങനെ ആയുസ്സിനെ കവച്ചു വെക്കുന്ന ആഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നാൽ അതൊരു അപലക്ഷണമാണ്. അതവന്റെ ഹൃദയം ഈ ദുന്യാവുമായി മാത്രം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതിന്റെ പ്രകടമായ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ചികിത്സ എന്താണെന്നോ, അങ്ങനെ അതിന്റെ ചികിത്സ ഇതിനോട് കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അൽ ഹിർസു അല ദുനിയ, ദുന്യാവിനോടുള്ള അത്യാർത്തി, ഇത് രണ്ടും മനസ്സിനെ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ദുന്യാവിനെ നിസ്സാരമായി കാണലാണ്. ഒരു ചരിത്ര ശകലം ഓർത്തു വെച്ചാൽ മതി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞ് സ്വഹാബികളെ, തന്റെ അനുചരന്മാരെ എല്ലാം പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹം പറയുന്നത്, തുച്ഛമായ വേതനത്തിന് വേണ്ടി മക്കയിലെ തെരുവുകളിൽ, മലയോരങ്ങളിൽ തുച്ഛമായ വേതനത്തിന് ആടുകളെ നോക്കി നടന്നിരുന്ന ഒരു ആട്ടിടയനായിരുന്നു ഞാൻ. തുച്ഛമായ വേതനം പറ്റി ആടുകൾ നോക്കി നടന്നിരുന്ന ഒരു അജപാലകൻ, ആടിനെ നോക്കി നടന്നിരുന്ന ആളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹത്തിന്റെ അസാധാരണമായ ഈ ഒരു രീതി കണ്ടപ്പോൾ സ്വഹാബികൾ അനുചരന്മാർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? താൻ അമീറുൽ മുഅ്മിനീനാണെന്ന്, അദ്ദേഹം ഖലീഫയാണ്, എന്തിനാണ് നിങ്ങൾ ഈ ഒരു രീതി സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം, ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ മനസ്സെന്നോട് പറയുന്നു, ഉമർ, താങ്കൾ ഇപ്പോൾ പഴയ ആളല്ല. മുമ്പ് തുച്ഛമായ വേതനത്തിന് വേണ്ടി ഖുറൈശികളുടെ ആട്ടിൻ പറ്റങ്ങളെ നോക്കി നടന്നിരുന്ന
മദീനയുടെ തെരുവുകളിൽ, മക്കയുടെ തെരുവുകളിൽ ചട്ടമ്പിയായി കഴിഞ്ഞിരുന്ന ആളുകളുമായി വെറുതെ കലഹമുണ്ടാക്കിയിരുന്ന ആളല്ല ഇപ്പോൾ താങ്കൾ. താങ്കൾ ഉയർന്നുയർന്ന് വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയിട്ടുണ്ട്. കേവലം ഒരു ഉമറല്ല, ഇപ്പോൾ താങ്കൾ വലിയ ഒരാളായി മാറിയിട്ടുണ്ട് എന്നെന്റെ മനസ്സിനോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്. അത് അപകടമാണ്, അതൊരു അപകട ലക്ഷണമാണ്, അത് അപായമണിയാണ്. അതുകൊണ്ട് എന്റെ മനസ്സ് അങ്ങനെ ഒരു വഴിതെറ്റിയ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അനാവശ്യമായി ഉയർന്നു വരുന്ന ഈ ചിന്തയെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ എന്റെ പഴയകാലം നിങ്ങളുടെ മുമ്പിൽ അനുസ്മരിച്ചത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉജ്ബ് എന്നാണ് അറബിയിൽ അതിന് പറയുക, അകപ്പെരുമ. ഞാൻ തിരക്കേടിൽ ഞാൻ വലിയ ഒരാളായി മാറിയിട്ടുണ്ട്. ഈ ഒരു ചിന്ത നമ്മെ അപകടത്തിൽ നയിക്കും. അതുകൊണ്ട് അങ്ങനെ ചിന്ത തലപൊക്കിയപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനെ അടിച്ചമർത്തി എന്നതാണ്. ദുന്യാവിൽ എത്ര വലിയ സുഖസൗകര്യങ്ങൾ ലഭിച്ചാലും അതിൽ വഞ്ചിതരാകരുത് എന്നും അള്ളാഹുവിന്റെ കേവല നിസ്സാരനായ ഒരടിമയാണ് ഞാൻ എന്നും എപ്പോഴും മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്നതാണ് ഈ ചരിത്ര ശകലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന. ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. അതിന് കുറ്റമറ്റ മറ്റൊരു പരിഹാരമായി പറയുന്നത്. അതില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ചും തുടർന്ന് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക എന്നതാണ് ഹൃദയകാഠിന്യം കടന്നു വരാനുള്ള മറ്റൊരു വഴി. അതാണ് ഹൃദയകാഠിന്യം എന്ന രോഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വഴി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് അസ്തമിച്ചു പോകുക എന്നതാണ്. അതുകൊണ്ട് അതിന്റെ അപകടത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു, ആറ് എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നുവോ അവന് ഇടുങ്ങിയ ഞെരുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാകുക. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന വേളയിൽ പറഞ്ഞു, ഭൗതികമായി അവൻ എത്ര സുഖസൗകര്യങ്ങളിൽ ജീവിച്ചാലും, എത്ര മുന്തിയ ഭക്ഷണം കഴിച്ചാലും, എത്ര മുന്തിയ വാഹനത്തിൽ അവൻ യാത്ര ചെയ്താലും, എത്ര വലിയ കൊട്ടാരത്തിൽ അവൻ ജീവിച്ചാലും, ഇതൊക്കെ അവനുണ്ട് എങ്കിലും അഥവാ അവന്റെ ബാഹികാവസ്ഥ വളരെ ഭംഗിയാണെങ്കിലും നല്ലതാണെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാകും, അവന്റെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ടാകും, അവന്റെ അകത്തളങ്ങളിൽ എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാകും. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ പോയതിന്റെ കാരണമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. ഹൃദയകാഠിന്യം മനസ്സിനെ ബാധിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത് അനാവശ്യമായ സംസാരമാണ്. വെറുതെ സംസാരിച്ചിരിക്കുക. അങ്ങാടികളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് വെറുതെ സമയം കൊല്ലുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിനെ ദുഷിപ്പിച്ച് കളയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റല്ലാത്ത സംസാരത്തെ നിങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കരുത്. ആവശ്യത്തിന് സംസാരിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിൽ അന്ത്യനാളിൽ വിശ്വാസമുള്ളവർ അവർ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, ഞാനങ്ങ് മരിച്ചുപോയാൽ കണ്ണടച്ചാൽ പിന്നെ കണ്ണു തുറന്നെണീക്കുന്ന ലോകം മരണമില്ലാത്തൊരു ലോകമാണ് എന്നും കത്തിജ്വലിക്കുന്ന നരകാഗ്നി ഉണ്ട് എന്നും അങ്ങനെയുള്ള പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് സംസാരിക്കുക. വെറുതെ സംസാരിച്ച് നിങ്ങളുടെ സമയം കൊല്ലരുത്. ആവശ്യത്തിന് സംസാരിക്കുകയും ഒന്നും സംസാരിക്കാനില്ല എങ്കിൽ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അതാണ് അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്ന്, പരലോകത്തിൽ വിശ്വാസമുള്ള ഒരാൾ അതാണ് ചെയ്യേണ്ടത് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. സംസാരത്തെ റസൂലുള്ളാഹി ബന്ധപ്പെടുത്തുന്നത് തൗഹീദുമായിട്ടാണ്. തൗഹീദുമായിട്ട് അതിന് ബന്ധമുണ്ട്. യൗമുൽ ആഖിറിലുള്ള വിശ്വാസവുമായിട്ടാണ് നമ്മൾ സംസാരത്തെ ബന്ധപ്പെടുത്തുന്നത്. അല്ലാഹുവിലൂടെ അടിയുറച്ച വിശ്വാസവും പരലോകത്തിൽ ദൃഢമായ വിശ്വാസമുള്ള ഒരാൾ
അവന്റെ സംസാരം ശ്രദ്ധിച്ചു വേണം, അളന്നു മുറിച്ച് സംസാരിക്കണം. സലഫു സാലിഹീങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, വളരെ കുറച്ചേ അവർ സംസാരിക്കാറുള്ളൂ. സലഫു സാലിഹീങ്ങളാണ് ഏറ്റവും വിവരമുള്ള ആളുകൾ, സ്വഹാബികൾ ഏറ്റവും വിവരമുള്ള ആളുകളാണ്. ഏറ്റവും വിവരമുള്ള ആളുകൾ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. അത് വളരെ നിയന്ത്രിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. സംസാരം കുറവായിരുന്നുവെന്ന് ഇതുപോലുള്ള ഹദീദുകളാണ് അവർക്കതിന് പ്രചോദനമേകുന്നത്. എന്നിട്ട് റസൂൽ തന്നെ പറഞ്ഞു, ഫഇന്ന കസറത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ് ഖസ്വത്തുൽ ഖൽബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റല്ലാതെ സംസാരം ഒരാൾ വർദ്ധിപ്പിച്ചാൽ അത് ഹൃദയ കാഠിന്യത്തിന് നിമിത്തമാകും, കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. വേറെ ഹദീസിൽ കാണാം, ഇത്തഖീ മഹാരിമല്ലാഹ്, ഒരു 5 ഉപദേശങ്ങൾ നൽകുന്നു റസൂലുള്ളാഹ്. അതിൽ 5ാമത്തെ ഉപദേശം, വലാ തുക്തിരിൽ ലഹിക് ഫഇന്ന കസറത്തുൽ ലഹിക് തുമീതുൽ ഖൽബ്. നീ ചിരി വല്ലാതെ വർദ്ധിപ്പിക്കരുത്, അമിതമായി ചിരിക്കരുത്. അമിതമായ ചിരി നിന്റെ മനസ്സിനെ നിർജീവമാക്കും. നോക്കൂ നിങ്ങൾ, ഇന്ന് ആളുകൾക്ക് കോമഡിയിലാണ് താല്പര്യം, കോമഡികളുടെ പിന്നാലെയാണ് ആളുകൾ. നമ്മുടെ ഫോണിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം, ഒരു ദിവസം കോമഡി കണ്ടത് എത്ര സമയമാണ് എന്ന്. അതുണ്ടാക്കുന്ന അപകടം മനസ്സിനത് നിർജീവമാക്കും, മനസ്സ് ചത്ത് ചലനമറ്റതായി മാറും എന്നാണ് റസൂൽ പറയുന്നത്. ഇങ്ങനെ അതിനടിമപ്പെട്ട ഒരാൾക്ക് പിന്നെ ആയത്ത് കേട്ടാൽ, ചരിത്രം കേട്ടാൽ, നരകം കേട്ടാൽ, സ്വർഗത്തെ കുറിച്ച് കേട്ടാൽ ഇതൊന്നും അവന്റെ മനസ്സിൽ വല്ലാതെ യേശൂല. അത് ഇതിന്റെ ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകുവാൻ, നമ്മൾ കരുതലോടെ മുന്നോട്ട് പോകുവാൻ ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഹൃദയകാഠിന്യത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കുവാനുള്ള മാർഗങ്ങൾ, അത് ഇല്ലാതെയാക്കുവാനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. പക്ഷേ കർമ്മപദത്തിൽ അതുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഒന്ന് പറയുന്നത് ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക. മരണത്തെ ഓർത്താൽ ഹൃദയം ലോലമാകും. റസൂൽ പറഞ്ഞത് അക്ഫിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും വിച്ഛേദിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. മരണത്തെ ഓർക്കണമെന്നല്ല റസൂലുള്ളാഹിയുടെ പ്രയോഗം, മരണത്തെ ധാരാളമായി ഓർക്കണമെന്നാണ്. കുറച്ചൊന്നും ഓർത്താൽ പോരാ, ധാരാളമായി ഓർക്കുക. മരണത്തെ കുറിച്ചുള്ള സ്മരണ അത് നിങ്ങളുടെ ഹൃദയത്തെ ലോലമാക്കും. രണ്ടാമത് റസൂൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ചില ഉപദേശങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഈശ് മാ ശിഇത് ഫഇന്നക മയ്യിത്. മുഹമ്മദ്, താങ്കൾക്ക് ഉദ്ദേശിച്ച കാലമത്രയും ജീവിക്കാം. എത്ര കാലം ജീവിച്ചാലും ഫഇന്നക മയ്യിത്. ഒരു നാളെല്ലാം വിട്ടേച്ചുകൊണ്ട് മരണപ്പെട്ടു പോകേണ്ട ആളാണ്. ആ ബോധമുണ്ടാകണം. ഇത് റസൂലുള്ളാഹിക്ക് ആ ബോധമില്ലാത്തത് കൊണ്ടല്ല, അത് ഉമ്മത്തിനെ പഠിപ്പിക്കലാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എത്ര കാലം ജീവിച്ചാലും ഒരു നാൾ ഇതിനോടൊക്കെ വിട ചൊല്ലി പോകേണ്ടി വരും. റസൂലുള്ളാഹിയോട് വീണ്ടും പറഞ്ഞു, നിനക്ക് ആരുമായും സ്നേഹബന്ധം പുലർത്താം, പക്ഷേ ആ സ്നേഹബന്ധങ്ങളെല്ലാം വിട്ടേച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു ദിനമുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുക. അത് മനസ്സിനെ ലോലമാക്കുന്ന കാര്യമാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, പ്രവർത്തിച്ചോളൂ, അതിനുള്ള ജസാഗ് പ്രതിഫലം നൽകപ്പെടും. ഒരു വിശ്വാസിയുടെ അവന് ശ്രേഷ്ഠത കിട്ടുന്ന കാര്യം അവന്റെ രാത്രി നമസ്കാരം വഴിയാണ്. രാത്രി നമസ്കാരം അവന് ശ്രേഷ്ഠത സമ്മാനിക്കുന്ന കാര്യമാണ്.
അവന്റെ ഷറഫ്, അവന്റെ മാന്യത എന്ന് പറയുന്നത് പരമാവധി ജനങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നതാണ്. അതിലാണ് ഇസ്സത്തുള്ളത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. ഇവിടെ മരണത്തെ ഓർക്കുക എന്നുള്ളതാണ് ഹൃദയത്തെ ലോലമാക്കാനുള്ള മാർഗം. മൂന്നാമതായ ഒരു മാർഗം റസൂൽ പറഞ്ഞത് ഇത്ആമുൽ മിസ്കീൻ. നബിയേ, എനിക്ക് ഹൃദയകാഠിന്യം ബാധിച്ചിട്ടുണ്ടെന്ന പരാതിയുമായി വന്ന അനുചരനോട് അത് ഇല്ലാതെയാക്കുവാനുള്ള മാർഗമായി റസൂൽ പറഞ്ഞത് അത്ഇമിൽ മിസ്കീൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. നിന്റെ പരിസരങ്ങളിൽ ചുറ്റുപാടുകളിലെല്ലാം അഗതികൾ ഉണ്ടാകും. അവർ തേടിപ്പിടിച്ച് കണ്ടെത്തി അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. ഭക്ഷണം മാത്രമല്ല, അവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. അത് നിന്റെ മനസ്സിനെ ലോലമാക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. നാലാമതായി പറഞ്ഞത് വംസഹ് റഅ്സൽ യതീം, അനാഥയുടെ തലോടുക. ഒരു പിതാവിന്റെ തലോടലിന് വേണ്ടി കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന, അമിതമായി ആഗ്രഹിക്കുന്ന അനാഥകൾ ഉണ്ടാകും. അനാഥകൾക്ക് ഭക്ഷണവും വസ്ത്രവും അവന്റെ വിദ്യാഭ്യാസവും ഒക്കെ നിർവഹിച്ചാൽ മാത്രം പോരാ, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം ഒരു പിതാവിന്റെ അഭാവം പരിഹരിക്കാൻ നീ പണിയെടുക്കണം. അവന്റെ തലയോടുക, അവന്റെ തലയിൽ കൈവച്ച് അവനോടുള്ള സ്നേഹപ്രകടനം നടത്തുക. അതുവഴി നിനക്ക് കിട്ടുന്നത് നിന്റെ ഹൃദയം ലോലമാകും. നിനക്ക് അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് നിന്നെ സ്വാധീനിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സിയാറത്തുൽ ഖുബൂർ, മറ്റൊന്ന് റസൂൽ പറഞ്ഞ ഖബറുകൾ സന്ദർശിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ആ വിഷയത്തിൽ പിന്നിലാണോ എന്നാണ്. ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ വ്യക്തിയെ കൊണ്ടുപോയി മറമാടിപ്പോരുന്നതിനപ്പുറം ഖബർ സന്ദർശനവുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് ആലോചിക്കണം. ഖബർ സന്ദർശിക്കുക, അത് നിങ്ങളുടെ ഹൃദയത്തെ ലോലമാക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഖബർ സന്ദർശനത്തിന്റെ ലക്ഷണമായി, അതിന്റെ ഉദ്ദേശ്യമായി റസൂൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളുടെ മനസ്സിനെ ലോലമാക്കും. ഞാനും നാളെ ഇതുപോലെ വന്ന് കിടക്കേണ്ടവനാണ്. എന്റെ മുന്നിൽ ഈ ഖബറിൽ കിടക്കുന്ന ആള് ഈ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണ്. പ്രമാണിയായാലും സാധാരണക്കാരനായാലും ഒക്കെ ഇങ്ങനെ വന്ന് കിടക്കേണ്ടവനാണ്. ഞാനും നാളെ എന്റെ ആയുസ് ഞെട്ടറ്റി വീണാൽ ഞാനും അടുത്ത നിമിഷം വന്ന് കിടക്കേണ്ട സ്ഥലമാണ് ഇത് എന്ന ബോധം ഖബർ സന്ദർശിക്കുമ്പോൾ നിനക്കുണ്ടാകും. അത് നിന്റെ മനസ്സിനെ ലോലമാക്കാൻ ഉപകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന് തിലാവത്തുൽ ഖുർആനാണ്. ഖുർആൻ പാരായണം ചെയ്യുക. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ പ്രത്യേകമായി പാരായണം ചെയ്യേണ്ടതാണ് സൂറത്തുൽ കഹ്ഫ്. 110 ആയത്തുകളാണ് അതിലുള്ളത്. അത് പാരായണം ചെയ്യാൻ നമുക്ക് നിശ്ചയിച്ച് തന്ന സമയം 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനുള്ളിൽ ഒരു 110 ആയത്ത് ഓതി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഖുർആനുമായുള്ള ബന്ധം എത്ര വിദൂരമായ ബന്ധമാണ് എന്നാലോചിക്കുക. ഇങ്ങനെ നമ്മോട് നിശ്ചിത സമയങ്ങളിൽ പ്രത്യേകമായി പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതല്ലാതെ തന്നെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ കൽപ്പനയുണ്ട്. അത് പാരായണം ചെയ്യുക. അതേപോലെ മുഹാഫളത്തു അലൽ അദ്കാർ, ദിക്റുകൾ പതിവാക്കുക. രാവിലെയും വൈകുന്നേരം ഒക്കെ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളുണ്ട്, അത് കൃത്യമായി പാലിക്കുക. ദുന്യാവിനെ നിസ്സാരമായി കാണുക, ഇതാണ് മറ്റൊരു മാർഗം. ആദ്യം പറഞ്ഞത് തന്നെയാണ്, ദുന്യാവിനെ നിസ്സാരമായി കാണുക. അല്ലാഹു തആല ദുന്യാവിനിട്ടിട്ടുള്ള വില എന്താണ് നോക്കുക. ലൗ കാനത്തി ദുന്യാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഹൂള, ഒരു കൊതുകിന്റെ 2 ചിറകുകളിൽ ഒരു ചിറകിന്റെ വിലയെങ്ങാനും ഈ ദുന്യാവിന് അല്ലാഹു തആല നൽകിയിരുന്നുവെങ്കിൽ ഒരു സത്യനിഷേധിക്കും ഒരിറ്റു ജലം പോലും അല്ലാഹു കുടിക്കാൻ നൽകുമായിരുന്നില്ല എന്നാണ്. സത്യനിഷേധികൾക്ക് അല്ലാഹു യഥേഷ്ടം കൊടുക്കുന്നുണ്ട്, ഭൗതികമായി യഥേഷ്ടം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹിന് അത്രേ വില കൽപ്പിച്ചിട്ടുള്ളൂ. ഒട്ടും വിലയില്ലാത്ത സംഗതിയാണ് കൊടുക്കുന്നത് എന്നാണ്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും ഈ ദുന്യാവിന് മൊത്തം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സത്യനിഷേധിക്കും ഒരിറ്റ് വെള്ളം കുടിക്കാനുള്ള കൊടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമാണ് ദുന്യാവ് എന്നാണ്. ഇതിനർത്ഥം ദുന്യാവിൽ ഒന്നും സമ്പാദിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ദുന്യാവിനെ ഇരുത്തേണ്ടതിടത്ത് ഇരുത്തണം. അതിനെ കാണേണ്ട രീതിയിൽ എത്രയും സമ്പാദിക്കാം. അതിന് പരിധിയൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഇത്രേ സമ്പാദിക്കാവുന്ന പരിധിയൊന്നുമില്ല. പക്ഷെ എത്ര സമ്പാദിച്ചാലും അത് ദുന്യാവാണെന്നുള്ള ബോധം ഉണ്ടായാൽ മതി. അത് നിസ്സാരമാണെന്നുള്ള ബോധം മനസ്സിൽ ഉണ്ടായാൽ മതി.
സലഫുകൾ പറയുന്നത് പോലെ ദുന്യാവും കാശും സമ്പത്തും ഒക്കെ കയ്യിലാണ് ഉണ്ടാകേണ്ടത്, മനസ്സിലല്ല. മനസ്സിൽ കയറി കൂടിയാൽ ഇറങ്ങി വരാൻ പണിയാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ പാകത്തിൽ അത് കയ്യിലാണ് ഉണ്ടാകേണ്ടത് എന്ന് ആലങ്കാരികമായി അവർ പറയാറുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ രോഗത്തിന് എത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നൽകുന്നതെന്തും മനസ്സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ കഴിയുന്ന ഈമാനുള്ള ഒരു മനസ്സ് അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ പലരും തൊഴിൽ, സാമ്പത്തികവും ശാരീരികവുമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അർഹമായ പരിഹാരം അല്ലാഹു തആല ഉടനെ ഉണ്ടാക്കി തരുമാറാകട്ടെ. സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടെ കണ്ണടക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار. اللهم احينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.